മന്ത്രിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഓട്ടോറിക്ഷക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫാൻസിന്റെ ഇപ്പോഴത്തെ രീതി ഒന്ന് പഴഞ്ഞ രീതിയിൽ അതൊക്കെ മാറ്റാൻ വേണ്ട സമയം കഴിഞ്ഞിരിക്കുക. സാരം മാത്രം പോലെ ഇതൊക്കെ നടപ്പാക്കാനുള്ള ഒരു ആർജവം വേണം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളി പറയുന്ന നിയമങ്ങളാണ് മുഴുവൻ പറയുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ നിയമ പരിഷ്കരണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അദ്ദേഹം ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. ലൈസൻസ് നിയമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ എന്താണ് പറയാൻ? ലൈസൻസിന്റെ ഇപ്പോഴത്തെ രീതി ഒന്ന് പഴഞ്ഞ രീതിയിൽ അതൊക്കെ മാറ്റാൻ വേണ്ട സമയം കഴിഞ്ഞിരിക്കുക. അതൊക്കെ മാറ്റം വരണം. നല്ല രീതിയിൽ പ്രവർത്തിക്കണം. നല്ല രീതിയിലാണ് ഇപ്പൊ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നല്ല തീരുമാനം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ വ്യക്തിപരമായ ഞാൻ സപ്പോർട്ട് ചെയ്യണത്. പഴയ എച്ചെടുക്കലൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നത് നല്ല രീതി തന്നെയാണ്. നമുക്ക് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യണം. അതായത് അപകടങ്ങൾ കുറയും. നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈവിംഗ് തെളിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അപകടങ്ങൾ കുറയും. അശ്രദ്ധ കുറവുകൊണ്ട് കുറെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒഴിവാകും. ലൈസൻസിന്റെ പുള്ളി പറയുന്ന നിയമങ്ങളൊക്കെ കൊള്ളാവുന്ന പരിപാടിയാണ്. പക്ഷെ അതൊക്കെ ഈ സംസാരം മാത്രം പോലെ ഇതൊക്കെ നടപ്പാക്കാനുള്ള ഒരു ആർജവം വേണം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളി പറയുന്ന നിയമങ്ങളാണ് മുഴുവൻ പറയുന്നത്. അതൊക്കെ നല്ല നടപ്പാക്കുന്നതല്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ ഈ പാഠ്യപദ്ധതിയിൽ ഈ റോഡിലെ നിയമങ്ങൾ കുട്ടികൾക്ക് ബോധവൽക്കരിക്കണം എന്നുള്ളൊരു രീതി പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അത് നടപ്പായിട്ടില്ല. അപ്പോൾ ഇന്നും ഒരാൾക്കും റോഡിൽ മര്യാദ പാലിച്ച് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. പിന്നെ നല്ല റോഡുകൾ ജനങ്ങളുടെ അവകാശമാണ്. ഇന്ന് ഏത് റോഡാണ് നല്ലത്? മെയിൻ റോഡുകൾ മിക്കതും പൊളിഞ്ഞു കിടക്കുക. മനുഷ്യന്റെ ജീവൻ അപകടത്തിലാണ്. ഇഷ്ടംപോലെ കേസ് കെട്ടുകളുണ്ട്. റോഡുകളൊക്കെ ആദ്യം നന്നാകട്ടെ. ഇപ്പൊ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. ഈ വണ്ടികൾക്കൊക്കെ ടാക്സ്, എല്ലാ സംഭവങ്ങളും കൂട്ടിയിരിക്കണേ. പക്ഷെ റോഡ് മര്യാദക്ക് ഇപ്പൊ ഇവിടെ അടുത്തൊരു ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലുണ്ട്. ഈ കേരളത്തിൽ ഒരു മെയിനായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് ബ്രെയിൻ ആൻഡ് സ്പൈനോ ഉള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടുത്തെ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുഴികളാണ്. അത് ഏകദേശം 10-12 വർഷമായി ഇത്. അപ്പോൾ ഈ സംസാരം മാത്രം പോരാ, സംസാരിക്കാൻ ആർക്കും പറ്റും. ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ നാളായിട്ട് കാണുന്നുണ്ട് പുള്ളിയുടെ ഇത്. പുള്ളി മന്ത്രിയായിട്ട് ചാർജ് എടുത്ത ഉടനെ തന്നെ അല്ലേ നടപ്പാക്കുവാണെങ്കിൽ നല്ലതാണ്. ലൈസൻസിൻ്റെ രീതികൾ മാറ്റണം. കയറ്റത്തിലൊക്കെ അല്ലേ, അങ്ങനെ കയറ്റത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടൊക്കെ എടുക്കുക. അതൊക്കെ നല്ല ഒരു കാര്യം തന്നെ. ഈ പെൺകുട്ടികൾക്കാണ് മിക്കവരും തെറ്റായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്, ഇൻഡിക്കേറ്റർ ഇടാതെയും ഒക്കെ. അതൊക്കെ നല്ല ബോധവൽക്കരിക്കണം. നല്ല കാര്യം. പറയുന്നത് നടപ്പാക്കുവാണെങ്കിൽ നല്ല കാര്യം. അറിയത്തില്ല, കാത്തിരുന്ന് കാണാം. മന്ത്രിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഓട്ടോറിക്ഷക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു മന്ത്രി ഒരു നിയമം ഭേദഗതി ചെയ്യുന്ന മുമ്പ് തന്നെ ഇവിടെ ഇപ്പൊ ഓട്ടോറിക്ഷക്കാരുടെ ഈ 15 വർഷം എന്നുള്ളത് 7 വർഷം കൂടി കൂട്ടിക്കൊടുത്തത് ഇപ്പൊ തൽക്കാലം വണ്ടി ടെസ്റ്റ് ചെയ്യാതെ ജനങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷക്കാരെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് പണിയും തീർത്തുകൊണ്ടിരുന്ന വണ്ടിക്ക് ഫീസ് വരെ ഒരു സർക്കാർ ഈടാക്കിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഉപദ്രവകരമായ കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ ജനങ്ങൾക്ക് വലിയ മതിപ്പുള്ള കാര്യങ്ങളല്ല.